നമസ്കാരം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് വൃന്ദ എങ്ങനെ തുളസിയായി എന്നുള്ളത്. അപ്പോൾ പറയാൻ തുടങ്ങാം നമുക്ക്. ഒരിക്കൽ ദേവേന്ദ്രൻ്റെ ഒരു തെറ്റ് കാരണം, ദേവേന്ദ്രൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ എപ്പോഴും ഓരോ തൻ്റെ സിംഹാസനം നശിക്കുമോ എന്നുള്ള തെറ്റിൽ എന്നും പേടിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് കാട്ടിക്കൂട്ടുകയും അതിനാൽ വലിയൊരു തെറ്റ് കാട്ടിക്കൂട്ടുകയും അങ്ങനെ ശിവഭഗവാൻ ക്രോധിതനാകുകയും അദ്ദേഹത്തിൽ നിന്ന് ഉൽപ്പത്തിയാണ്, അദ്ദേഹത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞ്, അദ്ദേഹത്തിൽ നിന്നൊരു ഒരു തീ ഗോളം ഇങ്ങനെ വരികയും ദേവേന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയും അങ്ങനെ ദേവഗുരു പറയുകയും വേണ്ട പ്രഭോ വിട്ടേര്, അത് ക്ഷമിക്കൂ എന്ന് പറയുകയും ദേവേന്ദ്രനായാലും കാല് പിടിക്കുകയും ശിവഭഗവാന്റെ അങ്ങനെ ദേവേന്ദ്രൻ പ്രസാദിയും ക്ഷിപ്രകോപിയുമാണല്ലോ നമ്മളുടെ ശിവഭഗവാൻ. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തണുക്കുകയും അദ്ദേഹം പറയും എനിക്കിതിനി തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറയും. അദ്ദേഹം പറയും ഈ ഭൂമിയിലൊന്നും ഇവിടെ ഒന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ശക്തി ത്രിലോകത്തായാലും എവിടെയായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ശക്തിയാണ് ആ തീഗോളം. അതുകൊണ്ട് തീഗോളത്തിനെ നേരെ സമുദ്രത്തിലേക്ക് അദ്ദേഹം വിടുകയും ചെയ്തു. അങ്ങനെ സമുദ്രദേവൻ ആ കുഞ്ഞിനെ അതിനെ കൊണ്ട് കടലിൽ നിന്ന് പൊങ്ങി വരികയും അങ്ങനെ അപ്പോഴത്തേക്ക് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ദൈത്യഗുരുവായ ശുക്ലാചാര്യനെ വിളിക്കുകയും അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ഇത് ജലത്തിനെ ധാരണം ചെയ്തവൻ ജലന്ധരൻ എന്നും പേര് പറയും. അങ്ങനെ ശുക്ലാചാര്യ അദ്ദേഹത്തോട് പറയും ഇവനെ നല്ല പ്രാപ്തനാക്കണം, എല്ലാ വിദ്യയും പഠിപ്പിച്ച് ആക്കണമെന്ന് പറയുകയും അദ്ദേഹം കൊണ്ടുപോവുകയും പിന്നെ എല്ലാ വിദ്യയും അഭ്യസിപ്പിക്കുകയും ഇന്ന് ത്രിലോകത്തിൻ്റെ അധിപനാക്കുകയും എന്ന് പറയുകയും അങ്ങനെ അസുരന്മാരിൽ എല്ലാവരിലും വലിയ പ്രാപ്തനായി ഭയങ്കര ശക്തിയായ അഹങ്കാരിയായി മാറി എന്നുള്ളതാണ്. അഹങ്കാരിയായി മാറി അങ്ങനെ ഒരിക്കൽ ജലന്ധറിൻ്റെ വിവാഹ സമയമാവുകയും അങ്ങനെ വൃന്ദ എന്ന് പറയുന്ന ഒരു കന്യകയുമായി അദ്ദേഹം വിവാഹിതനാകുകയും അങ്ങനെ ഒരിക്കൽ വൃന്ദ പറയുകയും ചെയ്തു, സ്വാമി ഞാൻ ജീവനുള്ളിടത്തോളം, അതായത് വൃന്ദ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ വിഷ്ണുവിനാൽ ഒരു വരം ലഭിക്കുകയുണ്ടായി. അതായത് സ്വാമി ഞാൻ കല്യാണം കഴിക്കുന്ന ആൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാരണം മരിക്കരുതെന്ന്, അതായത് എൻ്റെ ഭർത്താവ് ആകാൻ പോകുന്ന കല്യാണം കഴിക്കുന്ന ആൾ ഞാൻ മരിക്കുന്നിടം വരെ അദ്ദേഹം മരിക്കരുത്, ഞാൻ ജീവനോടുള്ളപ്പം അദ്ദേഹത്തിന് മരണം ഉണ്ടാവരുതെന്ന്. അപ്പോൾ അത് കല്യാണം കഴിച്ചതിന് ശേഷം ജലന്ധറിനോട് വൃന്ദാദേവി പറയുകയും അങ്ങനെ വൃന്ദാദേവി പറയുകയും ജലന്ധറിന് കുപ്പിച്ചാൽ അത് മതിയല്ലോ. ഒന്നാമത് അഹങ്കാരി, അതിൻ്റെ കൂടെ ഒന്നും കൂടി അഹങ്കാരിയായപ്പോൾ ത്രിലോകത്തിനെ ആയാലും ദേവന്മാരെല്ലാം പേടിച്ചിട്ട് ശിവഭഗവാനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരിക്കൽ അങ്ങനെ ഇത് ഒരുപാടായി ബുദ്ധിമുട്ടുകളായി അക്രമമായി അങ്ങനെയെല്ലാം ആയി അഹങ്കാരിയായി മാറിയതിന് ശേഷം ശിവഭഗവാനോട് ചെന്ന് പറയും. ശിവഭഗവാനെ ആയിട്ട് പിന്നെ ജലന്ധർ യുദ്ധത്തിലേർപ്പെടുകയും അങ്ങനെ പക്ഷേ ശിവഭഗവാന്റെ ചന്ദ്രഹാസം കൊണ്ട് നമ്മളുടെ ജലന്ധറിനെ ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ മഹാവിഷ്ണുവിൻ്റെ വരത്തെ അവഹേളിക്കാനും പറ്റില്ലല്ലോ, കാരണം അദ്ദേഹത്തിൻ്റെ വരം വെറുതെ പോകാനും പാടില്ല. വൃന്ദയുള്ളിടത്തോളം കാലം ജലന്ധറിന് മരണമില്ല. അപ്പം ദൈവം മുഴുവനായിട്ട് ഇതിനെ കൊല്ലാനും പാടില്ല. പക്ഷേ അവന് ജലന്ധറിന് ശിക്ഷ കൊടുക്കാനെ കൊണ്ട് ചന്ദ്രഹാസം ഉപയോഗിച്ച് ക്ഷതം ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും തല മുറിക്കും പിന്നെയും വരും, തല മുറിക്കും പിന്നെയും വരും, അങ്ങനെയായിരുന്നു. അപ്പം ഒരു മിനിറ്റ് അങ്ങനെ അപ്പം ദേവന്മാരെല്ലാം പ്രാർത്ഥിച്ചിട്ട് പറയും, വിഷ്ണു ഭഗവാനോട് പറയും എന്തെങ്കിലും ചെയ്യണം അങ്ങനെയെന്ന് പറയും. അപ്പം ഈ വൃന്ദ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് മാത്രം ഇരിക്കുന്ന ഒരു പതിവ്രതയായ സ്ത്രീയായിരുന്നു. അങ്ങനെ അവർ പറയുകയും മഹാവിഷ്ണു വേഷം മാറി. മഹാവിഷ്ണു ആദ്യം ചെയ്യത്തില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ ദൈവങ്ങളെല്ലാം എന്താ പറയുക എൻ്റെ നല്ല ഭക്തയാണ് എന്ന് പറയും, ഞാൻ വരം കൊടുത്തിട്ട്. അപ്പം ലോകത്തിന് ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കി ഇത്രയും അഹങ്കാരിയായ ജലന്ധറിന് വേണ്ടി ചെയ്തേ പറ്റൂ. അപ്പോൾ എല്ലാ ദൈവങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ മഹാവിഷ്ണു ജലന്ധറിൻ്റെ വേഷം ധരിച്ചിട്ട് വൃന്ദാദേവിയുടെ അടുത്ത് പോവുകയും വൃന്ദാദേവി പറഞ്ഞു സ്വാമി പെട്ടെന്ന് വന്നു എന്ന് ചോദിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ കാലയിൽ തൊടുകയും ചെയ്തു. അതായത് ഭർത്താവാന്നുള്ള രീതിയിൽ കാലയിൽ തൊടുകയും ചെയ്തു, ശരീരത്തിൽ തൊടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് വൃന്ദയുടെ പാതിവൃത്യം, അന്നത്തെ കാലത്തൊക്കെ ദൈവത്തിൻ്റെ കാലത്ത് അങ്ങനെയാണല്ലോ, വേറൊരു പുരുഷനെ തൊടുകയോ നോക്കുകയോ ചെയ്താൽ അങ്ങനെ അപ്പം തന്നെ അവരുടെ പതിവ്രതത്വം നഷ്ടപ്പെടും. അപ്പം അങ്ങനെ വൃന്ദാദേവിയുടെ പതിവ്രതത്വം നഷ്ടപ്പെടുകയും അവിടെ ആ സമയത്ത് ശിവഭഗവാൻ
ജലന്ധറിൻ്റെ തല ഛേദിക്കുകയും ചെയ്യും. അങ്ങനെ ഈ സമയത്ത് ഇവർ ദൈവത്തിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് സ്വാമി വന്നല്ലോ എന്ന് പറയുകയും അപ്പം തന്നെ നഷ്ടമായാലും പതിവ്രത ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജലന്ധറിൻ്റെ തല വന്ന് പതിക്കുകയും ആ ശബ്ദം കേട്ട് ദേവി നമ്മളുടെ കന്യകയല്ല വൃന്ദാദേവി ചെന്ന് നോക്കുമ്പോൾ തൻ്റെ ഭർത്താവാണ്. തൻ്റെ ഭർത്താവിൻ്റെ തല അത് എടുത്തു വെച്ചിട്ട് വൃന്ദാദേവി ഇങ്ങനെ ഒച്ചത്തി അലറി പറഞ്ഞു, പിന്നെ നാരായണ അങ്ങയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതോളം വരെ എൻ്റെ ഭർത്താവിന് മരണമുണ്ടാവരുതെന്ന്. അങ്ങനെ മഹാവിഷ്ണു പറയും, ഇല്ല വൃന്ദ, ഇത് ലോകത്തിന് വേണ്ടി ചെയ്തതാണ്. അത്രമാത്രം ജലന്ധറിൻ്റെ അഹങ്കാരം മൂർച്ഛിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇത് ലോകത്തിൻ്റെ നല്ലതിന് വേണ്ടി ചെയ്തതാണെന്ന് പറയും. അപ്പോൾ പറയും, ഇല്ല ഞാൻ അങ്ങേ ശപിക്കാൻ പോകുന്നു എന്ന് പറയും. അപ്പോൾ പറയും, ഇല്ല പറയൂ എന്ന് പറഞ്ഞു. ഇല്ല ദേവി അങ്ങനെ പറയും. പിന്നെ അപ്പോൾ പറയും, ഇല്ല ഇത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയും. അപ്പോൾ പറയില്ല. ആ സമയം തന്നെ ആ ദേവി മരിക്കപ്പെടുകയും അപ്പോൾ ആ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. മരിച്ചു കഴിയുമ്പോൾ മരിക്കാൻ നേരത്ത് ദൈവം അനുഗ്രഹിച്ചിട്ട് പറയും, നീ അടുത്ത ജന്മത്തിൽ എല്ലാവരും പൂജിക്കുന്ന നിന്നെയും എന്നെയും കൂടെ പൂജിക്കപ്പെടുന്ന ഒരു തുളസിയായി, ഒരു സർവശ്രേഷ്ഠമായ ഒരു ചെടിയായി മാറുമെന്ന് പറയും. അങ്ങനെ ആ നിമിഷം തന്നെ വൃന്ദാദേവി അവിടെ തന്നെ മരിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം ജലന്ധറിനോടൊപ്പം തന്നെ മരിക്കുകയും അങ്ങനെ ആ സമയത്ത് തന്നെ തുളസി എന്ന് പറയുന്ന ചെടി ഉണ്ടാകുകയും അങ്ങനെ അന്ന് ദൈവം അനുഗ്രഹിച്ചു, എന്നോടൊപ്പം നിന്നെയും പൂജിക്കും എന്ന് അനുഗ്രഹിച്ചു സർവശ്രേഷ്ഠമായ തുളസി ചെടിയായി മാറുകയും. അങ്ങനെ ദൈവത്തിൻ്റെ ഓരോ പൂജാ സമയത്ത് തുളസി ദേവിയുടെ പൂജ ചെയ്യേണ്ട സമയത്ത് തുളസിയുടെ പൂജ ചെയ്യുകയും, ഇവിടെയൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ തുളസിയുടെ പൂജ എന്ന് പറഞ്ഞാൽ വലിയ മെയിനായിട്ടാണ്. ഞാൻ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല, ചെയ്യുന്നവരുണ്ടായിരിക്കും, അങ്ങനെയല്ല, എൻ്റെ അമ്മയുടെ വീടിൻ്റെ അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് അന്ന് കരിമ്പൊക്കെ മേടിക്കും, കുറേ കരിമ്പൊക്കെ മേടിക്കും, ഈ ദേവിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുകയും സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് കല്യാണം പോലെ തന്നെ ഇങ്ങനെ തുളസിദേവിയുടെ കല്യാണം കഴിക്കുകയും മഹാവിഷ്ണുവിനെയും ഒപ്പം പൂജിപ്പിച്ച് അങ്ങനെ ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തുളസി, ഞാൻ പറഞ്ഞു വന്നത് വൃന്ദ എങ്ങനെ തുളസിയായെന്നാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സാധാരണ രീതിയിലാണ് പറയുന്നത്, എനിക്ക് വലിയ രീതി പറയാനറിയില്ല. അപ്പോൾ ചോദിക്കും എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുമായിരിക്കും. എന്നാലും സാരമില്ല, എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇഷ്ടമായാലോ ഒന്നും ചെല്ലിയാൽ ഞാൻ. പിന്നെ ദൈവത്തിൻ്റെ കാര്യം 10 പേരോട് പറയുമ്പോൾ 10 പേര് കണ്ടാലും എനിക്ക് പുണ്യം കിട്ടുമല്ലോ. നമ്മൾ ഒരു സമയം കഴിഞ്ഞ് മക്കളായി, കുടുംബമായി, ഇനി എന്ത് ജോലി ചെയ്യാൻ, മക്കളായി, കുടുംബമായി, ഇനി നമ്മുടെ ജോലി ഇതൊക്കെ തന്നെ. ഈ ദൈവങ്ങളുടെ കഥ വായിക്കുക, ദൈവങ്ങളിലെ അങ്ങനെ മോക്ഷം, ഇനിയുള്ള കാലം നമ്മളുടെ മോക്ഷം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ. അതുകൊണ്ട് എല്ലാവരും എനിക്കറിയാവുന്ന അങ്ങനെ ഞാൻ വായിക്കുന്നത് അറിവ് നിങ്ങൾക്കും പകർന്നു തരുന്നു. അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ കാര്യം, കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ കഥ എന്ന് പറയും, നടന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും കാണണം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇപ്പം 150 പേര് കണ്ടെങ്കിൽ ലൈക്ക് ആകെ 3-4-5 പേരേ ഉള്ളൂ. പ്ലീസ് ഒരു ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ. താങ്ക് യു സോ മച്ച്.